ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ നിർമ്മാണാത്മകമായ ബുദ്ധിയുള്ളവരും സൗന്ദര്യത്തെയും കലയെയും സ്നേഹിക്കുന്നവരുമാണ്. ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ തന്നെ അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും ഇവരുടെ മുഖമുദ്രയാണ്. ഈ ഗുണവിശേഷങ്ങളെല്ലാം തന്നെ 2026 മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവിലും പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ശില്പി കല്ലിനെ ചെത്തുമിനിക്ക് സുന്ദരമായ പ്രതിമയാക്കി മാറ്റുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെയും ഈ മാസത്തെ അനുഭവങ്ങൾ കൂടുതൽ മിഴിവുറ്റതാക്കി മാറ്റാൻ പോവുകയാണ്. 2026 മാർച്ച് മാസം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം മറ്റൊരു മാസമല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്ക് വിത്തുപാകുന്ന കാലഘട്ടമാണിത്. മാസത്തിന്റെ ആദ്യ ദിനങ്ങൾ മുതൽ തന്നെ വല്ലാത്തൊരു ഊർജ്ജസ്വലത നിങ്ങൾ അനുഭവിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാനും പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രധാനമായും 5 മേഖലകളായി തിരിച്ച് നമുക്ക് വിശകലനം ചെയ്യാം. സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആത്മീയത, ആരോഗ്യം എന്നിങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. സാമ്പത്തികമായി നോക്കിയാൽ 2026 മാർച്ച് മാസം നിങ്ങൾക്ക് ചില വെല്ലുവിളികളും അതോടൊപ്പം തന്നെ അവസരങ്ങളും നൽകുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ പണം കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കരാണെങ്കിലും ഈ മാസം അല്പം കൂടി ജാഗ്രത ആവശ്യമാണ്. അനാവശ്യമായ ആഡംബരങ്ങൾ നിങ്ങളെ ആകർഷിച്ചേക്കാം. എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന കാര്യം മറക്കരുത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലോ സ്വർണത്തിലോ നിക്ഷേപം നടത്താൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാസം അതിന് അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായി ചില ചെലവുകൾ കുടുംബത്തിൽ വന്നു ചേരാമെങ്കിലും അവയെല്ലാം തരണം ചെയ്യാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ചിത്തിര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ തൊഴിൽ നൈപുണ്യമാണ്. 2026 മാർച്ചിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് പുതിയൊരു ഉണർവുണ്ടാകും. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ചില പ്രധാന ദൗത്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടാനും വിപണിയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും പുതിയൊരു മാനം നൽകാൻ ഈ മാസത്തെ അനുകൂലമായ സാഹചര്യങ്ങൾ സഹായിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായുള്ള ഇടപെടലുകളിൽ അല്പം നയതന്ത്രജ്ഞത പാലിക്കുന്നത് അനാവശ്യമായ മത്സരങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും മാർച്ചിൽ പ്രത്യേകതകൾ ഏറെയാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാനും പരസ്പര ധാരണ വർദ്ധിക്കാനും ഈ മാസം വഴിയൊരുക്കും. കുടുംബത്തോടൊപ്പം ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അവരുടെ പഠന പുരോഗതിക്കായി സമയം കണ്ടെത്തുന്നതും സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കും. ബന്ധുജനങ്ങളുമായുള്ള ചില പഴയ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനും സാധ്യതയുണ്ട്. തിരക്കേറിയ ഈ ലോകത്ത് മനസ്സിന്റെ സമാധാനം കണ്ടെത്തുക എന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രധാനമാണ്. ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ മനസ്സ് വെമ്പും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി സമയം മാറ്റിവെക്കാനോ നിങ്ങൾ താല്പര്യപ്പെടും. ഇത് നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുകയും പുതിയൊരു ഊർജം നൽകുകയും ചെയ്യും. ഈ ആത്മീയയാത്ര നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തുകയും പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചിത്തിര നക്ഷത്രക്കാർ ഈ മാസം ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. മാറുന്ന കാലാവസ്ഥയും ജോലിഭാരവും ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും സാമൂഹികമായി കൂടുതൽ അംഗീകാരങ്ങൾ നേടിയെടുക്കാനും ഈ മാസം സഹായിക്കും. ചുരുക്കത്തിൽ 2026 മാർച്ച് മാസം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളിലേക്ക് ഒരു പടി കൂടി അടുക്കാൻ സഹായിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൂടി ചേരുമ്പോൾ ഈ മാസം ഒരു വൻ വിജയമായി മാറുമെന്നതിൽ സംശയമില്ല. നമുക്ക് ഓരോ മേഖലയെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യാം. ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസത്തിൽ സാമ്പത്തിക രംഗത്ത് ചില പ്രത്യേകതകൾ പ്രകടമാകും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ലെങ്കിലും അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ താല്പര്യമുള്ളവരായതിനാൽ വസ്തുവിൽപ്പനയിലൂടെയോ വാടക ഇനത്തിലോ അപ്രതീക്ഷിത വരുമാനം ഈ മാസം പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി വൻ തുക ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനത്തോടെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാം. പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കുമെങ്കിലും പുതിയ ചിട്ടികളോ ലോണുകളോ എടുക്കുന്നത് ഭാവിയിൽ ബാധ്യതയാകാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കുന്നവർക്ക് പക്വമായ തീരുമാനങ്ങൾ ഈ മാസം ഗുണം ചെയ്യും. സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപം ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമാകും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ഈ മാസം വഴിയൊരുക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണിത്. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ
സംസാരത്തിൽ മിതത്വം പാലിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് മാർച്ച് 2ാം വാരത്തിന് ശേഷം നല്ല സമയമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. നിർമ്മാണ മേഖല, IT, റിയൽ എസ്റ്റേറ്റ് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ ഈ മാസം അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. കലാകാരന്മാർക്കും സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും. പുതിയ പ്രോജക്റ്റുകളിൽ ഒപ്പിടാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത്. എങ്കിലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കപ്പെടും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ഒരുമിച്ച് യാത്രകൾ പോകാൻ സാധിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടാകും. അവരുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും. കുടുംബത്തിലെ മുതിർന്നവരുമായി സമയം ചെലവഴിക്കുന്നത് മാനസിക സന്തോഷം നൽകും. കുട്ടികളുടെ പഠനകാര്യത്തിലും കരിയറിലും പുരോഗതിയുണ്ടാകും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. എന്നാൽ കൗമാരപ്രായത്തിലുള്ള മക്കളുടെ സ്വഭാവത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും. കുടുംബത്തിൽ നടക്കാൻ പോകുന്ന വലിയ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. തറവാട് സംബന്ധമായ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾ മുൻകൈയെടുക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കുന്ന കാലഘട്ടമാണിത്. ഭൗതിക സുഖങ്ങൾക്കിടയിലും മനസ്സിന് ശാന്തി ലഭിക്കാൻ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇഷ്ടദൈവ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും സമയം കണ്ടെത്തും. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ സുബ്രഹ്മണ്യ സ്വാമി ഭജനം, ഭദ്രകാളി ക്ഷേത്ര ദർശനം എന്നിവ മനസ്സിന് കരുത്തു പകരും. ദൂരദേശങ്ങളിലെ ക്ഷേത്രങ്ങളോ പുണ്യസ്ഥലങ്ങളോ സന്ദർശിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ മാസത്തിൽ കൂടുതലായി പ്രകടിപ്പിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മനസ്സമാധാനവും പുണ്യവും ലഭിക്കും. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് ദേഷ്യം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. ആത്മീയമായ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പുതിയ കാഴ്ചപ്പാടുകൾ നൽകും. രക്തസമ്മർദ്ദം, ദഹന സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. ചർമ്മരോഗങ്ങളോ അലർജിയോ ഉള്ളവർ ജാഗ്രത പാലിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചൂട് വർദ്ധിക്കുന്ന മാസമായതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ നോക്കണം. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രമിക്കുക. അമിതമായ ദേഷ്യം നിങ്ങളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ശുഭവാർത്ത ലഭിക്കും. സാങ്കേതിക വിദ്യയിലോ കലയിലോ താല്പര്യമുള്ളവർക്ക് പുതിയ കോഴ്സുകളിൽ ചേരാൻ അനുയോജ്യമായ സമയമാണിത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി നടത്തുന്ന യാത്രകൾ വിജയകരമാകും. എന്നാൽ രാത്രി യാത്രകളിൽ ജാഗ്രത പുലർത്തണം. സ്വന്തമായി വാഹനം ഓടിക്കുന്നവർ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുക. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് അവസാന വാരം അനുയോജ്യമാണ്. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനശ്രദ്ധ ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. സന്നദ്ധ സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. ചിത്തിര നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസവും ക്രിയാത്മകതയും പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് 2026 മാർച്ച്. സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ തിരിച്ചടികൾ ഉണ്ടാകില്ലെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കുകയും ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയും വേണം. ആത്മീയമായ ചിന്തകൾ മനസ്സിനെ ശരിയായ ദിശയിൽ നയിക്കാൻ സഹായിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് വൻ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും കൂടി ചേരുമ്പോൾ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ നിങ്ങൾക്ക് സാധിക്കും.